ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ അമ്മയില്ല, അമ്മ പണിക്ക് പോയിട്ടായില്ലേ. അപ്പോൾ ഞാനും അനിയേട്ടനും കൂടി ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടായില്ലേ. അപ്പോൾ ചേട്ടാ ഇതുണ്ട്. അപ്പോൾ അനിയേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ്. പിന്നെ അനിയുടെ ഗൾഫിൽ നിന്ന് മതിയാക്കിയിട്ട് വന്നേരം മുതൽ ട്രൈ ചെയ്യുന്നുണ്ട്. മതിയാക്കിയിട്ട് വന്നതല്ല, അനിയാണ് സാമ്പത്തിക മാന്ദ്യമായ സമയത്തല്ലേ ചേട്ടാ ആ ജോലി പോയിട്ട് അങ്ങനെ വന്നതാണ്. ഇപ്പം നാട്ടിൽ വന്നിട്ട് ഒരു 7 കൊല്ലമായിട്ടുണ്ട്. നമ്മളെ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനിയുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. വന്ന അന്ന് മുതൽ ട്രൈ ചെയ്യുന്നതാണ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുവരെയായിട്ടും ഒന്നും ശരിയായിട്ടുണ്ടായില്ല. കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ ഈ യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചിലത് ശരിയാവും, പിന്നെ പല കാരണങ്ങളായിട്ട് അത് തട്ടിത്തെറിച്ച് പോകും. അങ്ങനെ ആയി ഇപ്പം ഒരു ഓഫർ ശരിയായിട്ടുണ്ട്. ഏട്ടൻ ഈ 28-ാം തീയതി പോവുകയെന്ന്. 28-ാം തീയതി വെച്ചാൽ 26-ാം തീയതി ഇവിടുന്ന് പോവും. 26-ാം തീയതി പിന്നെ ട്രെയിനിന് ഇവിടെ വെച്ചിട്ടാണ് ചെന്നൈയിൽ പെട്ടെന്ന് എനിക്ക് ടെൻഷനായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. ചെന്നൈയിൽ വെച്ചിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ 28-ാം തീയതിയാണ് ഫ്ലൈറ്റ്. അപ്പോൾ 26-ാം തീയതി ഇവിടുന്ന് ചെന്നൈയിലേക്ക് ട്രെയിനിന് പോവും. അനിയൻ്റെ പിന്നെ ഒരു മലപ്പുറയിലേക്കാണ് എല്ലാം ശരിയായി കൊടുത്തിന്. അപ്പോൾ അവർ ഒന്നിച്ച് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് അനിയേട്ടൻ 2 ദിവസം മുന്നേ വരെ പണിക്ക് പോയിക്കൊണ്ടുണ്ടായതാണ്. പെട്ടെന്നാണ് ഇതെല്ലാം റെഡിയായിന്. അപ്പോൾ നമ്മൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിട്ട. ടിക്കറ്റ് ഈ മാസം ലാസ്റ്റിലേക്ക് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ട. 2 ദിവസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞ് 28-ാം തീയതി ആയി, 26-ാം തീയതി എടുത്ത് പോകണം, എല്ലാം കൂടി ചകപൊക തന്നെ. അപ്പോൾ അതിലെ കാര്യങ്ങളെല്ലാം ഇന്നലെ അനിയേട്ടനും അതിൽ കൂടെ ലോഡെല്ലാം പോയിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് വന്നു. ഇനിയിപ്പം കുറച്ച് ബാഗ് എല്ലാം കുറച്ചെല്ലാം ബാഗ്, കുറച്ചും കൂടി ഡ്രസ്സ് അതെല്ലാം വാങ്ങേണ്ട. അത്ര A to Z കാര്യങ്ങളെല്ലാം വേണം. കാരണം കുറേ കൊല്ലമായില്ലേ നാട്ടിൽ തന്നെ നിൽക്കുന്നു. 8 കൊല്ലമായി നാട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ വാങ്ങണം. അതിനിടയ്ക്ക് പോകുമ്പം കുറച്ച് ചിലവിനെല്ലാം ആടെ പോകുമ്പോയിട്ട് ആടെ ഒരു സെറ്റിലാവും. ചിലവിൻ്റെ പൈസയെല്ലാം ഒന്ന് സെറ്റാക്കണം. അതിനോട് ചെന്ന് എക്സ്ചേഞ്ചെല്ലാം പോകണമല്ലേ. അപ്പം അതിനിടെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് പൈസയെല്ലാം ഇത്രയും കാലം 8 വർഷമായി അതിനിടെ കാത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 8 വർഷമായി നിങ്ങൾ മതിയാക്കിയിട്ട് വന്നിട്ട്. അല്ല, അതിന് മുന്നേ വരുമ്പോൾ കൊണ്ടുവന്നത് മുമ്പേ കൊണ്ടുവന്നെയാണ് കേട്ടാ. നമ്മളെ ടാടകൻ്റെ ഷെൽഫിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിന്. അത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വീട് മാറി വന്ന സമയത്ത് ഇങ്ങോട്ടും എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഏതെല്ലാം പൈസയാണെന്ന് ഞാൻ തന്നെ ഇപ്പോൾ ഓർമ്മയില്ല അല്ലേ ചേട്ടാ, കാണിക്കറ. അപ്പോൾ ഇതെല്ലാം പൈസ ഏതെല്ലാം അറിയാം. നോട്ട് ഏതെല്ലാം എത്രയാണ്? 10 ദിർഹംസ് അതെല്ലാം വരുന്നുണ്ടല്ലോ. മാറ്റിയാൽ എത്ര ചില്ലറ പൈസ കിട്ടും പ്രതീക്ഷിക്കാല്ലേ. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് ബാക്കിയിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വരട്ടെ. പിന്നെ അനിയുടെ പെട്ടെന്ന് പോകുന്നു പറയുമ്പം എല്ലാവർക്കും ഒരു വിഷമം തന്നെയാണ്. പക്ഷേ അനിയുടെ ഇത്രയും കാലത്ത് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു തവണ എനിക്ക് പുറത്ത് പോയിട്ട് വരണം എന്നില്ല ഭയങ്കര ഒരു ആഗ്രഹം അനിയുടെ എപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് വിഷമിച്ചിട്ടും കാര്യമില്ല. ഒരു സൈഡ് വിഷമമാണ്, ഒരു സൈഡ് സന്തോഷമാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എല്ലാം കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാം. പിള്ളേർ സ്കൂളിൽ പോയിട്ടുണ്ട്. ബുധനാഴ്ച എന്തായാലും നമ്മൾ ലീവാക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ ലീവാക്കും. പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ ആയിട്ടാണ് പോകും. ബുധനാഴ്ച എന്തായാലും നമ്മൾ ലീവാക്കുക എന്നുള്ള പറഞ്ഞു വെച്ചിട്ടാണ് പോയി. ആദ്യം UAE എക്സ്ചേഞ്ച് പോയിട്ട് നമ്മളെ കയ്യിലുണ്ടായ ദർഹം ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ചില്ലറ അവിടെ എടുക്കുന്നില്ല കേട്ടോ, നോട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അനിയേട്ടന് പോയി കഴിഞ്ഞാൽ ചിലവിനുള്ള പൈസ അതാ US ഡോളറിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ആദ്യമാണ് കേട്ടോ ഡോളർ കാണുന്നതും ഇതുപോലെ കൈകൊണ്ട് തൊടുന്നതും. അനിയേട്ടനാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ തന്നെ 2-3 കടയെല്ലാം കയറി വിലയെല്ലാം അന്വേഷിച്ച് ആൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വാങ്ങൂലൂ. ഇപ്പൊ തന്നെ ഷൂ നോക്കാനായിട്ടും ഡ്രസ്സ് നോക്കാനായിട്ടും പെട്ടി നോക്കാനായിട്ടും 2-3 കടയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പെട്ടീൻ്റെ എല്ലാം വില കേൾക്കുമ്പം ആകെ മൊത്തം കൺഫ്യൂഷനിലാണ്. ഇപ്പൊ പോവാൻ വേണ്ടി തന്നെ വലിയൊരു പൈസ ചെലവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധനം എല്ലാം പരമാവധി ഒതുക്കി അഡ്ജസ്റ്റ് ചെയ്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പം വാങ്ങുന്നുള്ളൂ.
അതന്നെ ഓരോന്നിൻ്റെ എല്ലാം വില കേൾക്കുമ്പം ആകെ കൺഫ്യൂഷൻ ആവുന്നുമുണ്ട്. ലാസ്റ്റ് ഈ ഒരു കടയിൽ കയറിയത് ഞാൻ പറഞ്ഞു അനിയേട്ടാ ഇനി നോക്കണ്ട, എന്തായിട്ടും ഈ ഒരു മീഡിയം സൈസിലെ ഈ ഒരു പെട്ടി തന്നെ നമുക്ക് എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും ഈ പെട്ടി തന്നെ എടുക്ക്, ഇതിൻ്റെ പൈസ നോക്കണ്ട ഞാൻ കൊടുക്കാമെന്ന്. അതെനിക്ക് കൊടുക്കാൻ പറ്റിയത് നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. കട്ടന്നെ ഇതെല്ലാം പൊരിച്ചിട്ടേക്കല്ലേ അനങ്ങ് മൊത്തത്തിൽ ഏട്ടാ എന്റെ കാല് പിടിക്കുന്നില്ല. വേറെ നോക്ക്, അങ്ങനത്തെ എനിക്ക് ഇഷ്ടമായി. സാരല്ല, ചുള്ളനാവട്ടെ. ആ പാൻറ് നിങ്ങൾ എടുത്ത പാൻറ്റിനും ടീഷർട്ടിനല്ല ഇതാ മാച്ച്. അല്ലേ നമ്മ സ്റ്റുഡിയോയിലേക്ക് അനിയണ്ണ ഡ്രസ്സ് നോക്കാൻ വന്നിട്ട് അതിൽ ഏടുന്ന് നോക്കിയിട്ട് അനിയണ്ണ ഇഷ്ടാവുന്നില്ല. അനിയേട്ടാ എത്തി, നല്ലതൊന്നും കാണുന്നില്ല. ഏട്ടാ നിങ്ങൾക്ക് ഇതാ പോക്കറ്റ് വേണമല്ലോ ഉണ്ട്, 2 സൈഡിനും പോക്കറ്റ് ഉണ്ട്. കാണുമ്പോ എല്ലാം എടുക്കാൻ തോന്നും. എന്താ ഇതാ വൈറ്റ് ജീൻസ് ഒന്ന് എടുത്തോ. ഇതിനിടക്ക് ഗ്രേ കളറിൽ എടുത്തിന്, വൈറ്റ് ഒന്നും ആയിക്കോട്ടെ. രസമുണ്ട് പക്ഷെ ലൈറ്റ് കളർ ഉണ്ടാവും അതിന്റെ. അപ്പുറം ഞാൻ കണ്ടിന് ലൈറ്റ് അതിന്റെ. ഇതേ മോഡലല്ല, വേറെ സോക്സ് എല്ലാം വേണം. അത് ഇന്നർ വേണ്ടേ? അവര് കേറുമ്പോ തന്നിന് ഇടാൻ വേണ്ടിട്ട്. നിങ്ങൾ കണ്ടിട്ടേ കേറുമ്പോ തന്നെ അവിടെ ഒരു ചേച്ചി നിക്കുന്നുണ്ടായിട്ടേ, അവര് തന്ന്. മണ്ണിപ്പരിക്കാണെങ്കിൽ കളറ് മണ്ണിപ്പരിക്കതാ സൈസ്. അധികം ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കുന്ന കൊണ്ടുവരുന്ന ചളി കണക്കുണ്ടല്ലോ. പറ്റിയത് തന്നെ അല്ലേ? ചളി പിടിക്കാത്തിട്ടില്ലേ? ബട്ടണൊന്നും ഇല്ല. അതോ കറക്റ്റല്ലേ? അടി ലൂസില്ലാണ്ട് ഇത് ഈ പാൻറ് ഇങ്ങനത്തെ തന്നെ തോന്നുന്നുണ്ട്. പിന്നെ അടി ലൂസിൽ ടൈപ്പ് എടുക്കണം. ഇത് ഇട്ടോ വൈറ്റ്. എല്ലാം ചെടി. ഇടയ്ക്ക് ഇതൊക്കെ തന്നെ മറ്റേതിടുമ്പോൾ ഭയങ്കര തടി തോന്നും. ഇത് രസമുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ഡ്രസ്സെല്ലാം എടുത്തു. അതിനൊന്ന് ഓൾറെഡി സ്പ്രേ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം എനിക്ക് ആദ്യം നിങ്ങൾ അതിലെ ആ മണം ഇഷ്ടമായി, വേറെ ഒന്നും ഇഷ്ടമായിട്ട്. സ്പ്രേൻ്റെ ആളാ. ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. സ്പ്രേ കാണുമ്പോൾ പിന്നെ ആരും പറയണ്ട. ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു അത് വേണ്ട, ഇത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് എടുക്കണ്ട. സ്പ്രേ കാണുമ്പോൾ പിന്നെ ആരും പറയണ്ട. ഞാൻ പറഞ്ഞ സ്പ്രേ ആരെ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത്.
കൂട്ടാ എന്ന് പരിപാടി ഞാനിത് ഫുൾ അൺബോക്സ് അൺബോക്സ് ചെയ്യുന്നു. ഇത് അടച്ചിട്ടെങ്ങനെ ലോക്ക് അതിന് ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കണ്ടുപിടിച്ച് ഒരേ ലോക്കാക്കലും ഓണാക്കലും ഇതെല്ലാം പരിപാടി കേട്ടാ. ലോക്കുണ്ട് ലോക്ക് അങ്ങനെ തിരിച്ചു കൊടുക്കണ്ട, മാറ്റിക്കൊണ്ട് കണ്ട കേട്ടാ. പിന്നെ ലോക്ക് മറന്നുപോയാ പിന്നെ പണി കിട്ടും. അച്ഛൻ പോലായില്ലേ അച്ഛൻ പോലായില്ലേ ചങ്ങലുണ്ട് നമുക്കൊണ്ടില്ലേ. അച്ഛൻ എത്ര 30,000 3 അമേരിക്കൻ മണിയാ യൂറോപ്പ് എന്ത് മണിയാ $300 പക്ഷെ $300 $300 ആടെ $300 പക്ഷെ ഇവിടെ അതിന് എത്ര വില അറിയാം 30,000 ഒന്നുമില്ല. നീ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഡോളർ? ഇത് കിലോക്കായി ഇത് ജിബാന്ന് പറയാം. എനിക്ക് നോക്കുക ഇതിന്റെ ലോക്കൊന്ന് ഞാൻ വെച്ചേക്കാം. എനിക്ക് നിൽക്കുക തുറന്നു ഇതിന്റെ ഉള്ളിലത്തെ മതി. ഇനി അതിനെ കൊണ്ടില്ല പൊങ്ങലാന്ന്. എന്നാ പിന്നെ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു മിനിറ്റ് ഇത് കാണിച്ചു ചെരുപ്പ് ഷൂ ഇന്ന് പോയിട്ട് അച്ഛന് ഡ്രസ്സും ഇതെല്ലാം വാങ്ങി. കുപ്പായം ഇത് മറ്റേതല്ല ഫേസ് മാസ്ക്. അച്ഛൻ സുന്ദരനാവാൻ വേണ്ടി കാണിച്ച ഫേസ് മാസ്ക് 3 ഒന്നിത്തല്ല 2 അപ്പൊ ഒരേ പരിപാടിയിലാണ് കേട്ടാ. പെട്ടി തുറക്കലും മടക്കലും ലോക്കാക്കലും. മറ്റേ ഫേസ് പിന്നെ ഒരു അടിപൊളി സ്പ്രേ ഉണ്ട് മക്കളെ. അതില് വെച്ച് ഇപ്പൊ അടിക്കണ്ട. മണം നോക്കി നോക്കിയാ ഞാൻ കണ്ടിന്. അമ്മ പോയിട്ട് അച്ഛൻ്റെ അപ്പുറം അമ്മ പോയാ അച്ഛൻ രാവിലെ എണീച്ചാട് മറ്റേ പറശ്ശിനിക്കടവില് പറശ്ശിനിക്കട പോയി വന്നാട് നമ്മ ഇതെല്ലാം വാങ്ങാൻ പോയി. പിന്നെ ഈ ടയർ അച്ഛൻ അവിടെ പോന്ന്. അച്ഛൻ യൂറോപ്പ് അർമേനിയ എല്ലാം അറിയാൻ. അച്ഛൻ പോകുന്നതിന് സങ്കടമുണ്ട് സന്തോഷമുണ്ട്. നമുക്ക് ഇതിനു വേണ്ടിയിട്ടല്ലേ നമുക്ക് എല്ലായിടത്തും പൈസ വേണ്ടി ചെലവുന്നത്.